സ്വാഗതം മിത്തിക് സയൻസ് ക്രോണിക്കിൾസ് എന്ന ചാനലിലേക്ക്. ഇവിടെ നാം പാരമ്പര്യ ആചാരങ്ങളുടെയും പുരാണങ്ങളുടെയും പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ വീടുകളിലെ മുന്നിൽ നട്ടിരിക്കുന്ന ആ പവിത്രമായ തുളസിച്ചെടി ആത്മീയമായതിനു പുറമെ എത്ര വലിയൊരു ശാസ്ത്രീയ പ്രതിഭാസമാണെന്ന്. തുളസി എന്നത് നമ്മുടെ വീടിൻ്റെ അങ്കണത്തിലെ പവിത്രതയുടെയും ശാന്തതയുടെയും പ്രതീകമാണ്. പക്ഷെ അതിനൊപ്പം തന്നെ അതൊരു പ്രകൃതിദത്ത വായു ശുദ്ധീകരണ സംവിധാനവുമാണ്. തുളസിച്ചെടി ദിവസം 20 മണിക്കൂറോളം ഓക്സിജൻ പുറത്തുവിടുകയും കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങൾ ആഗീകരണം ചെയ്യുകയും ചെയ്യുന്നു. വായു ശുദ്ധീകരണത്തിലെ ശാസ്ത്രം. തുളസിയുടെ ഇലകളിൽ യൂജിനോൾ, കാംഫിൻ, മെത്തിൻ, ചാവിക്കോൾ എന്നീ രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവ വായുവിലെ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കുന്ന പ്രകൃതിദത്ത ആന്റിസെപ്റ്റിക്കുകളാണ്. അതുകൊണ്ട് പഴയകാലത്ത് വീടുകളിൽ തുളസിക്കെട്ടിനോട് ചേർന്ന് പണിയുക എന്നത് വായുവിനെ ശുദ്ധമാക്കാനും രോഗങ്ങൾ കുറയ്ക്കാനുമുള്ള ശാസ്ത്രീയ മാർഗമായിരുന്നു. തുളസിയുടെ സുഗന്ധം ശ്വാസനാളങ്ങളിലൂടെ മസ്തിഷ്കത്തെ ഉണർത്തുന്നു. ഇത് ലിംബിക് സിസ്റ്റം എന്ന മസ്തിഷ്ക ഭാഗത്തെ സജീവമാക്കുകയും സമ്മർദ്ദം കുറച്ച് മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ മെമ്മറിയും ശ്രദ്ധയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തുളസിക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുക എന്നത് മനസ്സിനൊരു ധ്യാനാവസ്ഥ നൽകുന്നു. ഇനി തുളസി ചെടിയിലെ വൈദ്യഗുണങ്ങൾ. തുളസി ഒരു ഔഷധശാല തന്നെയാണ്. അതിലെ ഫൈറ്റോ കെമിക്കൽസ് വൈറസ്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയെ തടയുന്നു. തുളസി ചായ കുടിക്കുന്നത് ശ്വാസകോശാരോഗ്യത്തിന് വളരെ നല്ലതാണ്. കഴുത്തുവേദന, ചുമ, പനി എന്നിവയിൽ നിന്ന് സ്വാഭാവിക ചികിത്സയ്ക്ക് പ്രവർത്തിക്കുന്നു. എപ്പോൾ എങ്ങനെ പരിപാലിക്കണം തുളസിച്ചെടിയെ? തുളസിയെ പരിപാലിക്കേണ്ട ഏറ്റവും നല്ല സമയം പ്രഭാതമാണ്. സൂര്യപ്രകാശത്തിൽ ഇതിൻ്റെ ഓക്സിജൻ ഉൽപ്പാദനം പരമാവധി കൂടുതലായിരിക്കും. രാവിലെ വെള്ളമൊഴിച്ച് അല്പസമയമെങ്കിലും ചുറ്റും നിൽക്കുക. അതിലൂടെ ശ്വസിക്കുന്ന വായു കൂടുതലും ശുദ്ധമായിരിക്കും. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്നതിന് ദീപത്തിൻ്റെ അഗ്നിയും തുളസിയുടെ ഓക്സിജനും ചേർന്ന് വായുവിൽ പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്നു. സാരാംശം എന്തെന്നാൽ, തുളസിയെ നമ്മുടെ പുരോഹിതർ ഒരു ദൈവവിശ്വാസം എന്ന നിലയിൽ മാത്രമല്ല കണ്ടത്. അത് നമ്മുടെ വീടിനെയും ശരീരത്തെയും ശുദ്ധമാക്കുന്ന പ്രകൃതിദത്ത ശാസ്ത്ര സംവിധാനമായിട്ടാണ് കണ്ടത്. തുളസിയെ നട്ടു വളർത്തുക എന്നത് ആത്മീയതയും ശാസ്ത്രവും ഒത്തുചേർന്ന ഒരു ജീവിതശൈലി തന്നെയാണ്. നന്ദി ഈ വീഡിയോ കണ്ടതിന്. ഇതുപോലുള്ള പാരമ്പര്യ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്.